ഞാൻ താങ്കളിലേക്ക് വരും. ഒരു ചോദ്യമുണ്ടായിരുന്നു അതിനിടയ്ക്ക്. ശ്രീ എസ് മോഹനകുമാർ, ഇതൊരു തട്ടിപ്പ് സംഭവമല്ലേ? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അതിദരിദ്രരെ കണ്ടെത്തിയിരിക്കുന്നത്? ഇതൊരു നേരത്തെ ഒരു ദാരിദ്ര്യരേഖ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഈ അതിദാരിദ്ര്യരേഖ എന്നൊക്കെ പറഞ്ഞുള്ള ഇത് ഏത് മാനദണ്ഡ പ്രകാരമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? ഈ 64,000 കുടുംബങ്ങളെ കണ്ടെത്തുന്നു, അവർക്ക് ഭക്ഷണം, പാർപ്പിടം, വരുമാനം എന്നിവ ഉറപ്പാക്കുന്നു. ഇതൊക്കെ സർക്കാർ തന്നെ തീരുമാനിക്കുന്നു, പ്രഖ്യാപിക്കുന്നു എന്നേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. കേൾക്കുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. നോക്കൂ, ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന 64,006 കുടുംബങ്ങൾ, അത് അല്ലെങ്കിൽ 1,03,000 വ്യക്തികൾ. ഇതാണ് 2021 ജൂലൈ മാസത്തിൽ കേരള സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന, അവർ ശേഖരിച്ചിരുന്ന കണക്ക്. ഈ കണക്ക് ശാസ്ത്രീയമായി ശേഖരിച്ചതാണ്. എങ്ങനെയാണ് ശാസ്ത്രീയമായി ശേഖരിച്ചു എന്ന് ചോദിച്ചാൽ, ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും, ഇത് ഇന്ത്യയിൽ ഇതുവരെ ഇങ്ങനെയുള്ളൊരു വിവരശേഖരണം നടത്തിയിട്ടില്ല. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും ഓരോ വാർഡ് മെമ്പറുടെ കീഴിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരും ചേർന്ന്, അവിടുത്തെ അംഗൻവാടി വർക്കേഴ്സും എല്ലാവരും കൂടെ ചേരുന്ന ഒരു സന്നദ്ധ ഗ്രൂപ്പ് ഓരോ ഗ്രാമത്തിൽ, ഓരോ വാർഡിലെയും തദ്ദേശ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി വാർഡുകളിലെ, കോർപ്പറേഷൻ വാർഡുകളിലെ എത്ര അതിദരിദ്രരുണ്ടെന്ന് കണ്ടെത്തി. അതിദരിദ്രര് എന്ന് പറയുന്നത് നിർവഹിച്ചത് കിടക്കാൻ പാർപ്പിടമില്ലാത്തവർ, അത്തരത്തിലുള്ള ഏതെങ്കിലും തരം ക്ലേശ ഘടകങ്ങൾ, 4 ക്ലേശ ഘടകങ്ങൾ എടുത്തു. കിടക്കാൻ പാർപ്പിടമില്ലാത്തവർ, ഇനി കിടക്കാൻ പാർപ്പിടമുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള വരുമാനവുമില്ല, അവർക്ക് വരുമാനം തീരെ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, ഇനി ഭക്ഷണവും വരുമാനവും പാർപ്പിടവും ഇല്ലാതെ ഉള്ള ആളുകൾ, ഭക്ഷണം ഇല്ലാത്ത ആളുകൾ, ഇനി നിത്യ രോഗികൾ. ഇങ്ങനെ ആരോഗ്യം, പാർപ്പിടം, വരുമാനം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 ഘടകങ്ങളും അവരെ എടുത്തതിന് ശേഷം ഈ ആരോഗ്യം, പാർപ്പിടം, വരുമാനം, ഈ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ ഇല്ലാത്ത ഈ ക്ലേശ ഘടകങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തി. അത് ഒരു വാർഡിൽ 10 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, ചിലപ്പോൾ 20 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുടുംബങ്ങളെ നേരിട്ട് ഗ്രാമസഭയിൽ കൊണ്ടുപോയി ചർച്ച ചെയ്തു. ഇത്തരത്തിലാണ് ഇങ്ങനെ ക്ലേശ ഘടകങ്ങൾ ഉള്ള കുടുംബങ്ങൾ, 15 കുടുംബങ്ങൾ അല്ലെങ്കിൽ 20 കുടുംബങ്ങൾക്ക് വീടില്ലാത്തവരുണ്ട്, ഭക്ഷണമില്ലാത്തവരുണ്ട്, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഇങ്ങനെ തീരെ വരുമാനമില്ലാത്തവരുണ്ട്. ഇങ്ങനെ 4 ഘടകങ്ങളെ എടുത്തിട്ട് ഇവരെ ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത്, ഗ്രാമസഭയിൽ നിന്ന് 20 വരെ കണ്ടെത്തിയാൽ ആ ഗ്രാമസഭയുടെ പൊതു ചർച്ചയുടെ ഭാഗമായി അതിൽ നിന്ന് 10 പേർക്ക് അവരുടെ കുട്ടികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ സാമ്പത്തിക ശേഷിയുണ്ട്, ഇവരെ സംരക്ഷിക്കാൻ കഴിയും. അതും ഇല്ലാത്ത ആളുകളെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തി 64,006 കുടുംബങ്ങളെന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ക്ലേശ ഘടകങ്ങൾ ഉള്ള ആളുകൾ കേരളത്തിൽ ഇല്ല, അല്ലെങ്കിൽ ക്ലേശ ഘടകങ്ങളെക്കാൾ കൂടിയതാണല്ലോ ഈ അതിക്ലേശ ഘടകങ്ങൾ, അല്ലേ? ആ കാറ്റഗറിയിലുള്ള ആരുമില്ല എന്നാണ് അതിദാരിദ്ര്യം എന്ന് പറയുന്നത്. കാരണം ഈ ആളുകളുടെ പ്രശ്നം, ഇവർക്ക് ചിലപ്പോൾ റേഷൻ കാർഡ് ഉണ്ടാവില്ല, ആധാർ കാർഡ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള മറ്റു സഹായങ്ങളൊന്നും ഉണ്ടാവില്ല. വീടില്ലാത്ത ഒരാളിന് ഒരുപക്ഷെ ആധാർ കാർഡ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് വീട്ടു നമ്പർ ഉണ്ടാവണമെന്നില്ല, റേഷൻ കാർഡ് ഉണ്ടാവണമെന്നില്ല. ഇവരെ കണ്ടെത്തി. അതിൽ നിന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, അതിൽ നിന്ന് 23 ആളുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ്, അവരെ തിരിച്ച് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ 59,000 ആളുകൾക്കാണ് അതിദരിദ്ര വിഭാഗത്തിൽ നിന്ന് അവരെ വിടുതൽ പ്രഖ്യാപിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കണ്ടെത്തിയ ഒരു പ്രക്രിയയാണ് ഇത്. ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചതല്ല. 2024 ആദ്യത്തെ 47% ആളുകളെ പ്രഖ്യാപിച്ചു. 64 കുടുംബങ്ങളിൽ 30,000 കുടുംബങ്ങൾ, 47% വരുന്ന കുടുംബങ്ങൾ ആദ്യം ദാരിദ്ര്യമുക്തരായി എന്ന് ഇനി എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്തത്? ഇവരുടെ ഓരോ കുടുംബത്തിനും വേണ്ടി ദാരിദ്ര്യമുക്തി എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് തെറ്റുണ്ടല്ലോ, അല്ലേ? ദാരിദ്ര്യമുക്തി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ദരിദ്രരേ ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരും. അങ്ങനെ നിങ്ങളും അവകാശപ്പെടുന്നില്ലല്ലോ. ഇല്ല, ദാരിദ്ര്യ മുക്തിയല്ല, അതിദാരിദ്ര്യ മുക്തിയാണ്. അവിടെ അത് വ്യക്തമാക്കേണ്ടതുണ്ട്.
എന്നിട്ട് ഈ 64,006 കുടുംബങ്ങൾക്ക് വേണ്ടി ഓരോ കുടുംബത്തിനും വേണ്ടി ഒരു മൈക്രോ പ്ലാൻ ഉണ്ടാക്കി. മൈക്രോ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് രോഗം വന്ന് അയാളെ കാല് നഷ്ടപ്പെട്ടു, മുറിച്ചു മാറ്റി, പക്ഷെ അയാൾക്ക് വീടുണ്ട്, അയാൾക്ക് വരുമാനമൊന്നുമില്ല. വരുമാനം കണ്ടെത്തി കൊടുക്കുന്നതിന് പഞ്ചായത്ത് ആശ്രയ പദ്ധതിയുടെ കീഴിലോ അല്ലെങ്കിൽ അവരുടെ പദ്ധതിയുടെ കീഴിലോ ഒരു മൈക്രോ പ്ലാൻ ഉണ്ടാക്കി അയാൾക്ക് ലോട്ടറി വിറ്റ് ജീവിക്കാൻ പറ്റുന്ന ഒരു വാഹനം, ഇരുചക്ര വാഹനം അതിന്റെ സൗകര്യങ്ങളോടെ വാങ്ങിക്കൊടുത്ത് അയാൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഉറപ്പുവരുത്തി. മറ്റൊരാൾക്കാണെങ്കിൽ അയാൾ കിടപ്പ് രോഗിയാണ്, ഭക്ഷണമില്ല, കിടപ്പ് രോഗിയാണെങ്കിൽ ആ വീട്ടിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവരെ ചികിത്സിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി. അതാണ് മൈക്രോ പ്ലാൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള 64,006 മൈക്രോ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് 2024 47% പേരെ, 47% കുടുംബങ്ങളെ, അതായത് 30,000 കുടുംബങ്ങളെ ഇതിൽ നിന്ന് വിമുക്തരായി പ്രഖ്യാപിക്കുകയും അവരെ കണ്ടിന്യൂസ് തുടർച്ചയായി മോണിറ്റർ ചെയ്യുകയും ചെയ്തു. ശേഷിക്കുന്ന കുടുംബങ്ങളെ 2024 ഡിസംബറോടുകൂടി മറ്റു കുറെ കുടുംബങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെയാണ് 2025 നവംബർ 1-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ കണ്ടെത്തിയ എല്ലാ കുടുംബങ്ങളും ദാരിദ്ര്യമുക്തി നേടി എന്ന്. ശരി, ശ്രീ എസ് മോഹനകുമാർ, ഇതാണ് അവകാശവാദമായിട്ട് വരുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ഇന്നലെ തദ്ദേശ ഭരണ മന്ത്രിയും പറയുന്നുണ്ടായിരുന്നു, ഇത് ഒറ്റ ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചതല്ല. 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത് ഉടൻ തന്നെയുള്ള പ്രഖ്യാപനമായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു. അങ്ങനെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളാരും ഇത് കാണാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ അവസാനം ഈ 0-ലേക്ക് അതിദരിദ്രരുടെ എണ്ണം എത്തിയപ്പോൾ ഞങ്ങളിത് പ്രഖ്യാപിക്കുന്നു, സർക്കാർ ഇത് പ്രഖ്യാപിക്കുന്നു, അപ്പോൾ എതിർപ്പുമായിട്ട് വരുന്നു. ഇതിനെന്തർത്ഥമെന്നാണ് തദ്ദേശ ഭരണ മന്ത്രി ചോദിക്കുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ എസ് മോഹനകുമാർ അതിന്റെ ക്രൈറ്റീരിയ വിശദീകരിച്ചു. മോഹനകുമാറിന് അത് പരിപൂർണമായിട്ട് വിശദീകരിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും നമ്മുടെ കേരളത്തിലുണ്ട്, സംശയമില്ല. പക്ഷേ അദ്ദേഹം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല അതിദരിദ്രർ പരിപൂർണമായിട്ട് ഇല്ലാതായി കേരളത്തിലെന്ന്. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും അങ്ങനെയാണ് ഇവരുടെ തന്നെ കണക്കുകളുണ്ടല്ലോ. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ നോക്കൂ, ഇതിനൊക്കെ ഈ കണക്കുകൾ നിശ്ചയിക്കുമ്പോൾ ബഹുമാനപ്പെട്ട 2 സാമ്പത്തിക വിദഗ്ധരുണ്ട്, മേരി മാഡം ഉണ്ട്, ഇദ്ദേഹവുമുണ്ട്. ഇവർക്ക് 2 പേർക്കും ഇത് അറിയാത്തവരല്ലല്ലോ. 2 പേര് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ പഠിക്കുന്ന ആളുകളാണ്. ഇതിന് പ്രോട്ടോക്കോളല്ലേ. ഇവരുടെ സിസ്റ്റം എന്തായിരുന്നു? ഇവർ നേരിട്ട് പോയി, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞവരെ നേരിട്ട് പോയി സഭകൾ വിളിച്ചു, 20 പേരെ തിരഞ്ഞെടുത്തു. ഇതൊക്കെ പരിപൂർണമായി തെറ്റാണെന്ന്. ഇവരുടെ കണക്കുകളൊന്ന് കൃത്യമായി നിങ്ങൾ പരിശോധിക്കുക. 64,008 ഇവരുടെ കണക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അന്ത്യോദയ പ്രകാരമുള്ള AY മഞ്ഞക്കാടുള്ള 6 ലക്ഷം കുടുംബങ്ങളുണ്ടെന്നേ. ഇത് കൃത്യമായിട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്തത്? ഈ ലിസ്റ്റ് ചെയ്തത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ലിസ്റ്റ് അടിസ്ഥാനത്തിൽ അതിദാരിദ്ര്യത്തിൽ വന്നപ്പോൾ നമ്മുടെ കേരള നിയമസഭയിൽ പോലും മമ്മിക്കുട്ടി MLA ചോദിച്ച ചോദ്യത്തിന് GR അനിൽ പറഞ്ഞ മറുപടി തന്നെയാണത്. 6 ലക്ഷത്തോളം കാർഡ്, 5,91,000 കാർഡുണ്ട്. ആശ്രയ പദ്ധതി ഉണ്ടായിരുന്നില്ല, എന്താ സാർ അതിനെക്കുറിച്ച് പറയാഞ്ഞത്? 1.5 ലക്ഷം പേരുണ്ട് ആശ്രയ പദ്ധതി പ്രകാരം. അത് നിർത്തലാക്കിയോ നിങ്ങൾ? അത് നിർത്തലാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അല്ലെങ്കിൽ അത് തുടരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് ആശ്രയ പദ്ധതിയുടെ കീഴിലുണ്ടായിരുന്നത്? അതിദാരിദ്രരായിട്ടുള്ള ആളുകളല്ലേ ആശ്രയ പദ്ധതിയിലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവർക്ക് സൗകര്യം കൊടുക്കുന്നു, അത് 1.5 ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണക്കുണ്ടല്ലോ. അപ്പോൾ 1.5 ലക്ഷം ആശ്രയ പദ്ധതി കൊടുക്കുന്നു എന്ന് പറയാം. 5,92,200 പേരെ കാർഡുകൾ, മറ്റേ അതിദാരിദ്ര്യത്തിൻ്റെ കാർഡുകൾ ഉള്ള കുടുംബങ്ങൾ ഉള്ള കേരളത്തിൽ ഇനിയും കാർഡുകളും മറ്റതും ഇല്ലാത്ത നിരവധി ആളുകളുള്ള സ്ഥലത്ത്, ഒപ്പം തന്നെ വനവാസി സമൂഹം 1.5 ലക്ഷത്തിൻ്റെ അടുത്തുള്ള വനവാസി സമൂഹത്തിൽ വെറും 6,400 പേരാണ് ഇവരുടെ ഈ 64,000 പേര് പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ 22,000-ഓളം പേരുണ്ട് എന്ന് അവകാശപ്പെടുക. അത് കഴിഞ്ഞ് ഇപ്പോൾ 6,400 പേരേ ഉള്ളൂ എന്ന് പെട്ടെന്ന് അവർ മാറ്റി പറയുക. ഇതൊക്കെ പറയുന്ന ഈ കണക്കുകളൊക്കെ എന്തിനു വേണ്ടിയാണ്? അപ്പോൾ അതാണ് കൃത്യമായി പറയുന്നത്. ഒരു PR വർക്കിൻ്റെ ഭാഗമാണ്. ഇത് രാഷ്ട്രീയ താല്പര്യത്തിന്, രാഷ്ട്രീയ ചൂതാട്ടങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവൻ്റെ ജീവിതാവസ്ഥയും ദരിദ്രാവസ്ഥയും ഉപയോഗിക്കുന്നു ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം എന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഇവിടെ ഒരു ടീം കണ്ടെത്തി. ഇപ്പോൾ രംഗരാജൻ കമ്മിറ്റി പ്രകാരം ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ പണ്ട് സുനിൽ ടെണ്ടുൽക്കർ കമ്മിറ്റി ഉണ്ടായിരുന്നു, 93-ലാണ് എൻ്റെ വിശ്വാസം. നോക്കൂ, ഇവിടെയൊക്കെ കുറേ കാര്യങ്ങളും പഠനങ്ങളും പ്രോട്ടോക്കോളുകളും ഉണ്ട്. അതൊന്നും ഇവർ സ്വീകരിച്ചിട്ടില്ല. ഇവർ കിലയിലൊരു തീരുമാനമെടുത്തു, കിലയിലൊരു കമ്മിറ്റി ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ പഠനം നടത്തി, അവർക്ക് ക്ലാസ് കൊടുത്ത്, അവർക്ക് പരിശീലനം കൊടുത്ത് അവരുണ്ടാക്കിയെടുത്തൊരു തീരുമാനം. ഇതൊക്കെ പ്രഖ്യാപിക്കാമായിരുന്നെങ്കിൽ ഇതൊരു രാഷ്ട്രീയപരമായിട്ടാണ്. ഇത് ആസാമിലും ഗോവയിലും ഒക്കെ മുന്നേ പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷെ അവർക്ക് ആ സർക്കാരുകൾക്കൊക്കെ ഇതൊരു ഉത്തരവാദിത്തമാണ്. ഈ സർക്കാരിന് ഇതൊരു PR പണിയാണ്, ഇത് അവർക്കൊരു രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് അവിടെ ഇവിടെ